ഹലോ നമസ്കാരം. നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ സ്റ്റാലിനും പപ്പയും തമ്മിൽ സംസാരിക്കുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്തിനാ അവളെ കൂട്ടിക്കൊണ്ടുവന്നത്, ഇനി ലോകം മൊത്തം പറയത്തില്ലേ എന്ന് പറയാണ്. എന്നിട്ട് അപ്പച്ചൻ സ്റ്റാലിനോട് ചോദിക്കുന്നുണ്ട്, നീ ആ വേലക്കാരോട് പറഞ്ഞിരുന്നോ അവൾ മകളാണെന്ന കാര്യം എന്ന് പറയാണ്. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞിരുന്നു എന്ന് പറയാണ്. അന്നേരം അപ്പച്ചൻ പറയുന്നുണ്ട്, അത് നാട് മൊത്തം പറഞ്ഞ് നടക്കത്തില്ലേ എന്ന് പറയാണ്. എന്തൊരു മടുത്തരാ നീ കാണിച്ചത്, പറഞ്ഞത് ഏതായാലും പറഞ്ഞു, എറിഞ്ഞ കല്ലിനെ തിരിച്ചു പിടിക്കാനും പറ്റത്തില്ലല്ലോ, ഇനി നീ അധികം പബ്ലിഷ് ഒന്നും കൊടുക്കേണ്ട ഈ കാര്യത്തിൽ എന്ന് പറയാണ്. ഏതായാലും ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, അതിന് അങ്ങോട്ട് വന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ വെക്കുക കേട്ടോ. അങ്ങനെ പിന്നെ കാണിക്കുന്നത് കടപ്പാട്ട് ഒരു വീടാട്ടോ. ബബിതയാണെങ്കിൽ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നുണ്ട്, വൈജയന്തി ആണെങ്കിൽ ഹാളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് കൃഷ്ണമോള് വരുന്നുണ്ട് കേട്ടോ. കൃഷ്ണമോള് വന്നിട്ട് ബബിതയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഇതെന്താ അമ്മ എന്തേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്, എന്തോ തീരുമാനിച്ച പോലെ ഉണ്ടല്ലോ എന്ന് പറയാണ്. ബബിത പറയുന്നത്, ഞാനും കണ്ടു, അച്ഛനെ വെയിറ്റ് ചെയ്ത് ഇരിക്കാൻ തോന്നുന്നു എന്ന് പറയാണ്. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, എന്തിനി അച്ഛൻ അമ്മയെ ടൂർ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരുന്നു എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ബബിത പറയുന്നുണ്ട്, വഴക്കുണ്ടാക്കാനുള്ള തീരുമാനം തലയിൽ എന്ന് പറയാണ്. എന്നിട്ട് കൃഷ്ണമോള് പറയുന്നുണ്ട്, ഒന്ന് ചോദിക്കാമെന്ന് പറയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട്, എനിക്ക് വയ്യ, നീ പോയി ചോദിക്കുമെന്ന് പറയാണ്. എന്നിട്ട് കൃഷ്ണമോള് ചോദിക്കാൻ പോവാട്ടോ. വൈജയന്തി ചോദിക്കുന്നുണ്ട്, എന്താടി നോക്കുന്നതെന്ന്. അന്നേരം കൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്നെയല്ലേ നോക്കിയെന്ന് പറയാണ്. നിങ്ങൾ രണ്ടാളും എന്താ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം കൃഷ്ണ പറയുന്നുണ്ട്, അമ്മയുടെ കാല് പൊള്ളിയെന്നൊരു സംശയം എന്ന് പറയാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, എൻ്റെ കാലമൊന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് കൃഷ്ണനോട് പറയുന്നുണ്ട്, ഇത് കുറേ സമയമായില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കപ്പുറത്തി ഇല്ലാണ്ട് നടക്കുന്നതെന്ന് ചോദിക്കുകയാണ്. കൃഷ്ണ ചോദിക്കുന്നുണ്ട്, ആരെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, നിൻ്റെ അച്ഛനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുക എന്ന് പറയാണ്. അന്നേരം കൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ അച്ഛൻ സിനിമക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് വൈജയന്തി പറയുന്നുണ്ട്, മിണ്ടാതിരുന്ന് എൻ്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടുമെന്ന് പറയാണ്. എന്നിട്ട് കൃഷ്ണ ചോദിക്കുന്നുണ്ട്, അമ്മക്ക് വേറെ പണിയൊന്നുമില്ലേ, അച്ഛനോട് വഴക്കൂടാനാണോ തീരുമാനം എന്ന് പറയാണ്. എന്നിട്ട് വൈജയന്തി പറയുന്നുണ്ട്, ഞാൻ ചോദിക്കുന്നുണ്ട്, മകളെ സമ്മതത്തോടു കൂടിയാണോ മറ്റവർക്ക് സ്വർണം പൂശി കൊടുത്തതെന്ന് ചോദിക്കുകയാണ്. അന്നേരം കൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, സ്വർണം പൂശി കൊടുക്കുക ആർക്കെന്ന് ചോദിക്കുകയാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, അലീനയ്ക്ക് സ്വർണം കൊടുത്തില്ലേ, 10,000 രൂപ ഓളം ഡ്രസ്സ് വാങ്ങിക്കൊടുത്തില്ലേ, 50,000 ക്യാഷ് കൊടുത്തില്ലേ, ഇതൊക്കെ ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ നിങ്ങളോട് ചോദിച്ചിട്ടാണോ കൊടുത്തതെന്നൊക്കെ പറയാണ്. അന്നേരം കൃഷ്ണൻ പറയുന്നുണ്ട്, അത് സ്വന്തം മോളെ പോലെയല്ലേ, പിന്നെ ഞാൻ ചോദിക്കുന്നതെന്ന് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, രോഹിതിയും ബബിതയും പ്രായപൂർത്തിയായ പിള്ളേരല്ലേ, അവരോട് ചോദിക്കണ്ടേ. എന്നിട്ട് കൃഷ്ണൻ പറയുന്നുണ്ട്, എൻ്റെ അമ്മയും അലിന ചേച്ചിക്ക് കൊടുക്കാനിരുന്ന 100-1 പോലും ഇപ്പോൾ അവർക്ക് കൊടുത്തിട്ടില്ല എന്ന് എൻ്റെ അഭിപ്രായം എന്ന് പറയാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, ഒന്നും മിണ്ടാതിരുന്നേ, അവൾക്ക് ഇത്രയെല്ലാം കൊടുക്കാൻ അവൾ ഈ കുടുംബത്തിലെ ആരാ. കൃഷ്ണമോള് പറയുന്നുണ്ട്, അലിൻ ചേച്ചി ഏതായാലും ഇറങ്ങിപ്പോയില്ലേ, ഇനിയെങ്കിലും മിണ്ടാതിരുന്നൂടെ എന്ന് പറയാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, മിണ്ടാതിരിക്കത്തില്ല, അവൾക്ക് ഇതൊക്കെ കൊടുക്കാൻ അവളെ ആരാ, ദിവസം ഇവിടെ എല്ലാവർക്കും കോഴിമുട്ടയാണ് അവൾ പുഴുങ്ങിക്കൊടുത്തോണ്ടിരുന്നത് ചോദിക്കുകയാണ്. എന്നിട്ട് കൃഷ്ണമോള് സ്റ്റെപ്പ് കയറി നോക്കുന്നുണ്ട് കേട്ടോ, ബാലചന്ദ്രൻ ഇറങ്ങി വരുന്നുണ്ടോയെന്ന്. എന്നിട്ട് ഇറങ്ങി വരുന്നുണ്ടെന്ന് വൈജയനോട് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മ കുറച്ച് മാറി നിന്നേക്കണേ, സ്വന്തം തടി കേടാകാതെ നോക്കേണ്ടത് നമ്മൾ തന്നെയല്ലേ എന്ന് പറയാം കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് വൈജയന്തി ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, അവിടെ നിൽക്കും ബാലചന്ദ്ര, നിങ്ങൾ അലീനക്ക് 12.5 പവൻ സ്വർണം കൊടുത്തു എന്ന് ചോദിക്കുകയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, കൊടുത്തു എന്ന് പറയാണ്. ടെക്സ്റ്റൈൽസിൽ നിന്ന് 10,000 രൂപയുടെ സാരി വാങ്ങിച്ചു കൊടുത്തു, 50,000 രൂപ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തു എന്ന് ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇട്ട് കൊടുത്തു എന്ന് പറയാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, ഇതൊക്കെ ഞാൻ അറിയില്ല എന്ന് വിചാരിച്ചോ എന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ അറിഞ്ഞാൽ എനിക്കെന്താ പുല്ല് എന്ന് പറയാണ്, നീ ഒന്നുകൂടി അറിഞ്ഞോ, എന്നിട്ട് അതൊക്കെ വാരിക്കൂട്ടി വായിലിട്ട് ചവച്ച് നടന്നോന്ന് പറയാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, അങ്ങനെ തർക്കുത്തരം പറഞ്ഞ് രക്ഷപ്പെടാനൊന്നും നോക്കണ്ട, അലീന എന്ന് പറഞ്ഞവൾ ഇവിടെ ജോലിക്ക് വന്നതാന്ന് പറയണം. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, മുത്തശ്ശിയെ നോക്കാൻ വേണ്ടി വന്നതാന്ന് പറയണം. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, അത് എന്ത് കുന്തെങ്കിലാവട്ടെ, അവൾക്ക് 10,000 രൂപയോളം മാസം ക്യാഷ് കൊടുക്കുന്നുണ്ട്, പിന്നെ ഓവർ ടൈം 2 ലക്ഷത്തോളം രൂപ എക്സ്ട്രാ കൊടുത്തു, പിന്നെന്താ ഈ ക്യാഷ് കൊടുക്കുന്നതെന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അത് ബോണസാണെന്ന് പറയണം. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, എന്ത് ബോണസ് എന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിന്നെ സഹിച്ചില്ല ഞാൻ 3 മാസം, അതിൻ്റെ ബോണസ്, ബാക്കി നീയാണ് കൊടുക്കേണ്ടത്, ഞാൻ 30 ലക്ഷമാണ് കൊടുക്കാൻ വിചാരിച്ചത്, ബാക്കി നീ കൊടുക്കണം എന്ന് പറയണം. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, അത് എൻ്റെ പട്ടി കൊടുക്കുമെന്ന് പറയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അയ്യോ നിൻ്റെ പട്ടി വെറും ചാവാലി പട്ടിയല്ലേ, നിൻ്റെ ഈ വിഷമൊന്നും ആ പട്ടിയുടെ മേലെ ചാരി വെക്കല്ലേ എന്ന് പറയാണ്. ഇപ്പോൾ തന്നെ ആ പട്ടിക്ക് താങ്ങാൻ പറ്റാതെ ഇരിക്കുക എന്ന് പറയാണ്. എന്നിട്ട് വൈജയന്തി പറയുന്നുണ്ട്, അതൊക്കെ പോട്ടെ, അവൾ പോകാൻ നേരത്ത് അവൾക്ക് എന്തിനാ ഈ 16 ലക്ഷത്തിൻ്റെ കണക്കൊക്കെ
16,500,000 ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾ ആരാ, അവൾ എന്ത് സേവനം ഇവിടെ ചെയ്തതെന്ന് പറയാണ്. ഇവിടെ ഒരുപാട് വേലക്കാരികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഓരോരാളെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ഇവർക്കൊന്നും കൊടുത്തില്ലല്ലോ, ഒരു 100 രൂപ അധികം കൊടുത്തിട്ടില്ലല്ലോ എന്ന് പറയുന്നത്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് അവർക്കൊക്കെ ക്യാഷ് കൊടുത്തത് നീയാണ്, അലിനക്ക് ക്യാഷ് കൊടുത്തത് ഞാനാണ്, അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട് നിന്നോട് ഞാൻ മര്യാദ ഭാഷയിൽ പറയാം, അവൾക്ക് ഇത്രയൊന്നും കൊടുത്താൽ പോരാ, അത്രയ്ക്കും നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ട് അവൾ സഹായിച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റല്ലേ, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ബാക്കിയും കൂടി നീ കൊടുക്കണം പോരെ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ പുറത്തേക്ക് പോകുക കേട്ടോ. എന്നിട്ട് കൃഷ്ണൻപോൾ പറയുന്നുണ്ട് വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്ന് പറയാണ്. അന്നേരം വൈജയന്തി ദേഷ്യത്തോടെ പറയുന്നുണ്ട് മിണ്ടാതിരുന്നു അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമെന്ന് പറയാണ്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് അലീനയാട്ടോ. അലീന റൂമിലാണെങ്കിൽ ബോറടിച്ച് ഇരിക്കോട്ടോ, പാട്ടും കേട്ടുകൊണ്ട്. ആ സമയത്ത് സ്റ്റാലിൻ ഒരു പത്രമായിട്ട് വരുന്നുണ്ട്, ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സ്റ്റാലിൻ കയ്യിലുണ്ടായ പത്രം അലീനയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൊടുത്തിട്ട് പറയുന്നുണ്ട് ഈ പത്രം വായിക്കണം എന്ന് പറയാണ്. അന്നേരം അലീന ചോദിക്കുന്നുണ്ട് ഈ പത്രമാണ് ഇവിടെ വരുത്തുക എന്ന് പറയാണ്. എന്നിട്ട് സ്റ്റാലിൻ ചോദിക്കുന്നുണ്ട് അതെന്താ ഇംഗ്ലീഷ് വായിക്കാൻ അറിയത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അലീന പറയുന്നുണ്ട് വായിക്കാൻ അറിയാം എന്ന് പറയാണ്. പിന്നെ ചോദിക്കുന്നുണ്ട് എന്താ ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാവത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അലീന പറയുന്നുണ്ട് ഞാൻ അനാഥാലയത്തിൽ ഒന്ന് പഠിച്ചതല്ലേ, ഞാൻ മലയാളം മീഡിയം ആണ് എന്ന് പറയാണ്. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട് മതി മതി എന്ന് പറയാണ്. എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ വായിക്കാൻ അറിയാമല്ലോ, അതുകൊണ്ട് വായിച്ച് പഠിക്കുക, അപ്പോൾ 2 ദിവസം വായിച്ചാൽ പിന്നെ അത് മനസ്സിലായിക്കോളൂ എന്ന് പറയാണ്. എന്നിട്ട് സ്റ്റാലിൻ ജോസഫ് പറയുന്നുണ്ട് ബാലചന്ദ്രൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് നീ അദ്ദേഹത്തെ അച്ഛ എന്ന് വിളിക്കുന്നത്, നീ ഇതുവരെ എന്നെ പപ്പാന്ന് വിളിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അലീന പറയുന്നുണ്ട് എന്നെ മോളയിൽ നിന്ന് വിളിക്കാറില്ലല്ലോ, അച്ഛൻ എന്നെ മോളയിൽ നിന്ന് വിളിക്കുന്നത് കേട്ടിട്ടുണ്ടാവുമല്ലോ, ഹൃദയത്തിൽ നിന്ന് വിളിക്കുന്നതാണ് ആ വിളി എന്ന് പറയാണ്. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട് ഓ അത് ശരി, അത്രയ്ക്ക് നമ്മൾ അടുത്തിട്ടില്ലല്ലോ അല്ലേ എന്ന് പറയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട് അത് വിചാരിച്ചാൽ നടക്കില്ല, അത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണെന്ന് പറയാണ്. എന്നിട്ട് സ്റ്റാലിൻ ചോദിക്കുന്നുണ്ട് നീ ഇവിടുത്തെ ആൾക്കാരോട് നീ അനാഥാലയത്തിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അലീന പറയുന്നുണ്ട് ഉണ്ട് എന്ന് പറയാണ്. പിന്നെ പാലായിൽ നീ വേലക്കാരിയായിട്ടാണ് നിന്നതെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അലീന പറയുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ്. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട് അതെന്തിനാ അങ്ങനെ പറഞ്ഞത്, നീ ഇപ്പോൾ ഇവിടെ ജീവിക്കുന്നത് എൻ്റെ മകളായിട്ടാണ്, അപ്പോൾ എൻ്റെ ആ ഒരു ലെവലിൽ നീ വളരണ്ടേ, അങ്ങനെയൊന്നും ആരോടും പറയാൻ പാടില്ല എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട് എപ്പോഴായാലും ആരായാലും അറിയേണ്ടതല്ലേ, ഇനിയും ഈ വീട്ടിൽ നിൽക്കണമെങ്കിൽ ഒരുപാട് കടമകളുണ്ട് എനിക്ക് ഇവിടെ എന്ന് പറയാണ്. എല്ലാവരും അറിയുന്ന സമയത്ത് ഞാനൊരു വേലക്കാരിയും അനാഥയും ആയിരുന്നെന്ന് അറിയുന്ന സമയത്ത് തല ഉനിക്കുന്നതിനേക്കാളും നല്ലത് ഇപ്പോൾ ഞാൻ വേലക്കാരിയും അനാഥയും ആണെന്ന് അറിഞ്ഞിട്ട് ഒരു രാജാവിൻ്റെ മകളാണെന്ന് അറിയുന്നതല്ലേ നല്ലതെന്ന് പറയാണ്. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട് അത് ശരിയാ, അലീന പറഞ്ഞത് ശരിയാണെന്ന് പറയാണ്. എന്നിട്ട് ഷെയ്ക്കാൻ്റെ കൊടുക്കുക കേട്ടോ അലീനയ്ക്ക്. എന്നിട്ട് ചിരിച്ചുകൊണ്ട് അലീനയും ഷെയ്ക്കാൻ്റെ കൊടുക്കുന്നുണ്ട്. സ്റ്റാലിൻ പറയുന്നുണ്ട് താങ്ക് യു എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് സ്റ്റാലിൻ്റെ വീട്ടിലേക്ക് സ്റ്റാലിൻ്റെ അപ്പച്ചൻ വരുന്നതാട്ടോ. അങ്ങനെ അപ്പച്ചൻ വരുന്ന സമയത്ത് തന്നെ ആൻ്റപ്പനും ഡ്രൈവറേട്ടനും അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഡ്രൈവറേട്ടൻ ചോദിക്കുന്നുണ്ട് വണ്ടി കണ്ടീഷനല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അപ്പച്ചൻ പറയുന്നുണ്ട് എന്തോ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്, നീ ഒന്ന് ഓടിച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ട് കീ കൊടുക്കുക കേട്ടോ. ആനപ്പനോട് ചോദിക്കുന്നുണ്ട് എനിക്ക് അകത്തോട്ട് ധൈര്യമായിട്ട് പോവാമല്ലോ എന്ന് പറയാണ്. അന്നേരം ആനപ്പൻ പറയുന്നുണ്ട് ധൈര്യമായിട്ട് പോവാം, അപ്പച്ചന് പരിചയമുള്ള ആൾക്കാരല്ലേ എല്ലാവരും അകത്തുള്ളത്, പുതിയ ആരും ഇല്ല എന്ന് പറയാണ്. എന്നിട്ട് അപ്പച്ചൻ പറയുന്നുണ്ട് ഇവിടുത്തെ പട്ടികളെല്ലാം എനിക്കറിയാം, പുതിയത് ഇനം വന്നിട്ടുണ്ടോ എന്നാണ് ചോദിച്ചതെന്ന് പറയാണ്. അന്നേരം ഡ്രൈവറേട്ടൻ പറയുന്നുണ്ട് പുതിയ ഇനം വന്നിട്ടുള്ളത് ആ പെങ്കൊച്ച, അത് കടിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയണം. അന്നേരം അപ്പച്ചൻ പറയുന്നുണ്ട് കടിക്കുകയാണെങ്കിൽ നമുക്ക് ആ പല്ല് പിഴുതിയെറിഞ്ഞ് നമുക്ക് വീട്ടിൽ നിന്ന് പുറത്താക്കടാന്ന് പറയാണ്. അന്നേരം ഡ്രൈവറേട്ടൻ പറയുന്നുണ്ട് അതെങ്ങനെ പറ്റും, കേണൽ സാറിൻ്റെ മകളാണെന്നല്ലേ പറയുന്നത് പറയാണ്. അപ്പച്ചൻ പറയുന്നുണ്ട് മകളല്ല തൃശ്ശൂരാപ്പള്ളിയിൽ, ഇവിടെ അത് നടക്കില്ല എന്ന് പറയാണ്. അന്നേരം ആൻ്റപ്പൻ പറയുന്നുണ്ട് കേണൽ സാറിന് ഭയങ്കര ഇൻട്രസ്റ്റാണ്. എന്നിട്ട് അപ്പച്ചൻ പറയുന്നുണ്ട് ഇൻട്രസ്റ്റൊക്കെ ഞാൻ മാറ്റിക്കോളാം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവുക കേട്ടോ. എന്നിട്ട് പിന്നെ അവർ രണ്ടാളും സംസാരിക്കുക കേട്ടോ. അങ്ങനെ ഡ്രിങ്കൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പച്ചൻ പറയുന്നുണ്ട് എനിക്ക് വേണ്ടാന്ന്. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട് ഇത് പുതിയ ഇനാണ്, വേണ്ടെങ്കിൽ കഴിക്കണം, ഞാനിത് ഒരു ദിവസം കൊണ്ട് തീർക്കുമെന്ന് പറയാണ്. എന്നിട്ട് അപ്പച്ചൻ പറയുന്നുണ്ട് വേണ്ട എനിക്ക് തന്നേന്ന് പറഞ്ഞിട്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ.